കുറച്ചുനാൾ മുമ്പ് വരെ ബി.ജെ.പിയുടെ ശക്തമായ വക്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് നല്ല ഫയർ ചെയ്ത് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പാണക്കാടത്തങ്ങന്മാരെയും ഇടതുപക്ഷത്തിനെയും ഒക്കെ നിർത്തി ഇരുത്തി കിടത്തിയൊക്കെ പൊരിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ നേരെ കോൺഗ്രസിലേക്ക് വരുന്നു. അന്ന് പറഞ്ഞ ന്യായം എന്താന്ന് വെച്ചാൽ വെറുപ്പിന്റെ ഉൽപാദന കേന്ദ്രം എന്താ പറയാ, വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് താൻ സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് കടന്നു വന്നു എന്നാണ് പറഞ്ഞത്. പാണക്കാട് വന്ന ശേഷം ഒരുപടി കൂടി വളർന്ന സ്നേഹത്തിന്റെ ആ ഒരു മഹത്വത്തെ കുറിച്ച് വിളമ്പുന്നത് കണ്ടു. പിന്നെ എന്താണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമാണ് തോന്നുന്നത്. ബി.ജെ.പിയിൽ അദ്ദേഹം ആയിരുന്ന സമയത്ത് അദ്ദേഹം ഏതൊക്കെ സംഘടനാ പദവി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സംഘടനാ പദവികളൊന്നും അന്വേഷിച്ച് നടക്കുന്ന ഒരാളല്ല. ഏതൊരു വ്യക്തിയും സമൂഹത്തിന് വേണ്ടി എന്താണ് സംഭാവന ചെയ്യുന്നത്, സമൂഹത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് ഏത് പാർട്ടിക്കാരെന്നുള്ളതല്ല. സന്ദീപ് വാര്യരെ ഞാൻ കണ്ടത് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടും RSSന് വേണ്ടിയിട്ടും സംഘപരിവാർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ ശക്തമായി വാദിക്കുന്ന, എന്നാൽ അതേസമയം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അതേപോലെ ഇടതുപക്ഷത്തിനെയും പാണക്കാട്ടെ തങ്ങന്മാരെയും ഒക്കെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ മുസ്ലിം വിഭാഗത്തിനെതിരെയൊക്കെ വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ഞാൻ അങ്ങനെയാണ് കണ്ടത് ബി.ജെ.പിയുടെ തട്ടകത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചപ്പോൾ. എന്നാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞ് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് വന്നു കയറിയപ്പോൾ ഇപ്പോ അതൊക്കെ ഇറക്കി വെച്ച ഒരു ആശ്വാസത്തിലാണ് താൻ. ആ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. സത്യത്തിൽ അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി എനിക്ക് സമാധാനപൂർവ്വം പ്രവർത്തിക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടു. ആ ഒരു സംസാരം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ വിലയിരുത്തുന്നത് സന്ദീപ് വാര്യർ 10 പൈസയ്ക്ക് കൊള്ളൂല എന്നാണ് പറയാൻ. കാരണം ബി.ജെ.പിയിലായാലും കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഏതിലായാലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എന്തിനാണ്? രാഷ്ട്രീയത്തിൽ സ്വന്തമായി കാശുണ്ടാക്കി പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞു ശരി. ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് വൈപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഇത്രയും കാലം സന്ദീപ് വാര്യർ പ്രവർത്തിച്ചപ്പോ സന്ദീപ് വാര്യർക്ക് ഒരു നിമിഷമെങ്കിലും തോന്നിയില്ലേ താൻ ഈ പറയുന്നത് മുഴുവൻ നുണയാണ്, പച്ച നുണയാണ്, ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉപകരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന നുണയാണ്, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്ന നുണയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് പിണറായിയെ കുറിച്ച് പറയുന്നതൊക്കെ നുണയാണ്, അങ്ങനെ തോന്നിയില്ലേ? അപ്പൊ യാതൊരു കുറ്റബോധം തോന്നിയില്ല പറയുന്ന സമയത്ത്. ഇപ്പൊ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞപ്പോ താൻ എന്തോ പറയുന്നതൊക്കെ ഒരു മഹത്തായ കാര്യമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അന്നും ഈ ബോധം ഉണ്ടാവണമല്ലോ. ആ ബോധം കൊണ്ട് മനഃപൂർവ്വം പറഞ്ഞതല്ലേ. അപ്പൊ എന്ത് ആത്മാർത്ഥതയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ളത്? ഈ പാണക്കാട് ചെന്ന് നിന്നിട്ട് ഞാനിപ്പോ സ്നേഹത്തിന്റെ കൂടാരത്തിലാണ് എന്ന് പറഞ്ഞത് അതായിരുന്നു ഇഷ്ടം എന്നുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങ് പോന്നൂടെ? നേരത്തെ പോരായിരുന്നല്ലോ. ബി.ജെ.പിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. CPI നേരെ കോൺഗ്രസിലേക്ക് പോകുന്ന പോലെയായിരുന്നോ? അപ്പോ ഈ പറയുന്നത് അങ്ങനെയല്ല. ഇത് നമ്മളൊരു ഡയലോഗ് ഉണ്ട്, ഒരു തമാശയ്ക്ക് ഒരു വർത്താനം പറയും, അപ്പ കണ്ണവനെ അപ്പ എന്ന് വിളിക്കാന്നുള്ളത്. അപ്പ എന്ന് വിളിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അവസരവാദത്തിൽ ഇങ്ങനെ ചാടി പോകുന്ന ഒരു സ്വഭാവത്തെ അങ്ങനെ വിശേഷിപ്പിക്കുക ചെയ്യുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പൊ അതുപോലെയാണ് സത്യത്തിൽ ഇത് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അന്ന് CPI വിട്ട് ബി.ജെ.പിയിലേക്ക് പോയപ്പോ ബി.ജെ.പി ഒരു മഹത്തായ പ്രസ്ഥാനമായി, ഒരു ദേശീയ പ്രസ്ഥാനമായി, നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പിതാവിനേക്കാൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി മാറി. 10 വർഷത്തെ അവർ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ലോകോത്തരമാക്കി മാറ്റി. അതൊക്കെ പറയാൻ യാതൊരു മടിയില്ലായിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞിപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ തലതിരിഞ്ഞതാണ്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഇപ്പോ കോൺഗ്രസിൽ വന്നിട്ട് എന്താണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ കുറിച്ച് മറ്റ് ചാനലുകളിൽ ചെന്നിരുന്ന് കോൺഗ്രസിനെ ഇങ്ങനെ പൊക്കി പറയാനുള്ള ഒരു പദവി കിട്ടിയേക്കുന്നു. മാധ്യമ വക്താവ് എന്നുള്ള ഒരു പദവിയിലേക്ക് ഇനി മുതൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാമെന്നാണ് പറയുന്നത്. അതൊരു കണക്കിന് നന്നായി. കാരണം അത് സന്ദീപ് വാര്യർക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം നേരത്തെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. സ്റ്റോറി എല്ലാം സെയിം ആണ്, സ്റ്റോറി അറിയാമല്ലോ. അന്ന് പറഞ്ഞിരുന്ന സ്റ്റോറിയുടെ നേരെ വിപരീതം അങ്ങ് പറഞ്ഞാൽ മതി. അന്ന് നല്ലതെന്ന് പറഞ്ഞതിനെ ഇന്ന് മോശമെന്നും, അന്ന് മോശമെന്ന് പറഞ്ഞതിനെ ഇന്ന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി എളുപ്പമായി. പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. Different angles. Don't forget to subscribe and support this channel.